കാര്യങ്ങളൊക്കെ ഇവിടെ മൂന്നെണ്ണം നടന്നിട്ടുണ്ട്. അത് മെയിനാണ് ഞങ്ങള് കച്ചറ ഞങ്ങള് കഞ്ഞി പോലെയാണ്. അതെ കച്ചറിന്റെ പേര് അപ്പൊ ഇന്ന് നമ്മള് കളി കള്ളര് പോലീസുകാര് മന്ത്രി ഞാന് മിന്നു മിന്നു എത്ര പേരാണ്. ഞങ്ങൾ ബിങ്കോയാണ്. 12:45 അയ്യോ അതാ 12:45 ഹായ് ഫ്രണ്ട്സ്, ഇന്നസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാൻ പോവാണ്. എൻ്റെ മൂത്തമ്മാൻ്റെ വീട്ടിലാട്ടോ എല്ലാവരും കൂടെ ഒത്തുകൂടുന്നതും. അതിൻ്റെ പ്രത്യേകിച്ചുള്ള കാരണം പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഞങ്ങളുടെ കുടുംബക്കാർ വന്നിട്ടുണ്ട്. അതായത് ആ കുടുംബക്കാർ എന്ന് പറയുന്നത് മൂത്തമ്മാൻ്റെ കുടുംബമാട്ടോ. അതായത് മൂത്തമ്മാനെ ആന്ധ്രാപ്രദേശിലോട്ട് കെട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കുടുംബക്കാരൊക്കെ നമ്മുടെ കേരളത്തിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം മൂത്തമ്മ അവരെ സൽക്കരിക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, ഇപ്പം എനിക്ക് തൊണ്ടവേദനയും ചുമയും കാര്യങ്ങളും അതിനൊരു ഒരു കാരണമുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ടൂർ പോയി, അതായത് ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ടൂർ പോയിട്ടുണ്ട് ഊട്ടിക്ക്. അവർ ആന്ധ്രാപ്രദേശിൽ നിന്ന് അവരൊക്കെ എല്ലാവരും വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവർക്ക് നമ്മുടെ നാടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവർക്ക് ഊട്ടി വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. കാരണം ഭയങ്കര തണുപ്പ് അങ്ങനെയല്ലേ, കേരളമല്ലല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടം കേരളം ചുറ്റാനാണ്. അതൊരു തമിഴ്നാട് ആ ഭാഗത്തല്ലേ. സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്, ബാക്കി പിന്നെ പറയാം. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങൾ മൂത്തമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. മൂത്തമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ താത്തയാണ് കേട്ടോ. അതാണ് ഞാൻ മൂത്തമ്മ എന്ന് വിളിക്കുന്നത്. ശരിക്കും ഞാനെന്നല്ല, ഞങ്ങളെല്ലാവരും മൂത്തമ്മ എന്നല്ല കേട്ടോ വിളിക്കാറ്. ഞങ്ങൾ മാളു എന്നാട്ടോ വിളിക്കാറ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ മൂത്തമ്മ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ചെരുപ്പ് കണ്ടാൽ മനസ്സിലാവും, അത്രയും കുറേ പേരുണ്ട് കേട്ടോ. ഞങ്ങൾ ശരിക്കും വിചാരിച്ചിട്ടുള്ളത് എല്ലാവരും പാടുന്നു ഞങ്ങളുടെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാന്നാണ്. അപ്പോൾ എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കസിൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ. നല്ല രസമാണ്, ഈ ചിരിയും കളിയും തമാശയൊക്കെ പറയാം. നല്ല രസമല്ലേ ഫ്രണ്ട്സ്? നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണോ ഏതെങ്കിലും റിലേറ്റീവിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒത്തുകൂടാന്ന് പറയുന്നത്? പിന്നെ ഇന്നെന്തായാലും ഉറപ്പാണ് ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങൂല കേട്ടോ ഫ്രണ്ട്സ്. കാരണം എല്ലാവരും പാടെ ഉള്ളതല്ലേ. ഞങ്ങൾ ഓരോ കളിയും ചിരിയും തമാശയൊക്കെ പറയുമ്പോൾ തന്നെ കുറേ ടൈമാവും. ഇവളെ വീടാണ് ഇത്. അപ്പോൾ ഇത് രണ്ടും എൻ്റെ കസിൻസ് ആണ്. ഇവിടെ നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ പിന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ, ആദ്യമായിട്ടാണ് തോന്നുന്നു. അല്ല, ഊട്ടി പോകുമ്പോൾ വീഡിയോസിന് വരുന്നുണ്ട്. അതിലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. രണ്ടാളും സോറി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ വീട്ടിൽ വന്ന ആള് ഞങ്ങളുടെ മെയിൻ പരിപാടി കളിക്കലാണ്. അപ്പോൾ ഓരോ വർത്താനം പറഞ്ഞ് ഞങ്ങൾ മൂന്നാൾ ഒരുമിച്ച് കൂടിയ പിന്നെ കച്ചറിയാക്കാരും. ഊട്ടി പോയപ്പോൾ ഞങ്ങൾ തിരക്കൂടിയിട്ടുണ്ടായിരുന്നു. തിരക്കൂടിയതിന്റെ കേസ് അങ്ങോട്ട് കോഴിക്കോട് അവിടെ ട്രെയിന് പേര്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ ഫസ്റ്റ് ഫുൾ പേയ്മെന്റ് ചെയ്യണം. എന്റെ അതിന്റെ ആപ്പ് ഇതുണ്ട്, ഞങ്ങൾ നോക്കിനോ. ഫുൾ പേയ്മെന്റ് ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് അയക്കണം അവർ പറഞ്ഞത്. പോണ്ടോ? ഞങ്ങൾ അയക്കല്ല. അല്ല, നിങ്ങൾക്ക് എത്ര മൊത്തത്തിൽ വന്നേ? 1 ലക്ഷം എടുത്തിട്ടുണ്ട്. കാരണം ട്രെയിൻ ടിക്കറ്റും ഞങ്ങൾ പിന്നെ ആഗ്രയിൽ നിൽക്കണം. ഡൽഹി നിങ്ങൾ പോകണ്ടോ? ഞങ്ങൾ ആഗ്രഹം സെപ്പറേറ്റ് പാക്കേജ് എടുത്തത്. നിങ്ങൾ പോകണ്ടോ? ഞങ്ങൾക്ക് ഗ്രൂപ്പാണ്. ഇങ്ങോട്ട് നിങ്ങൾ പോകണ്ടോ? ഞങ്ങൾ പോകണില്ല. അടുത്ത മാസം ടിക്കറ്റ് കിട്ടോ? ട്രെയിൻ ടിക്കറ്റ് ചോദിക്കണ്ട. അപ്പൊ അമ്മ വന്നിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ 16 എന്തിന് വിറ്റ് പോകണ്ടോ? നമ്മൾ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെ രണ്ടും എൻ്റെ കസിനാണ്. ഇവിടെ നിങ്ങൾ പിന്നെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെ പിന്നെ ആദ്യമായിട്ടാണ് ഇവിടെ വീഡിയോസൊക്കെ പിന്നെ വരുന്നുണ്ട്. ഞങ്ങൾ ഊട്ടിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഊട്ടിയിലൊക്കെ കുറേ എഡിറ്റ് ചെയ്യാണ്ട്. കാരണം ചിലർ ഇന്ന കാണരുത്, ചിലർ ഇന്ന ഒട്ടാക്കണം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മൾ ഊട്ടി പോയിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ വരും. അതിൽ നമ്മൾ 2 പേര് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ആ ഊട്ടിയിൽ പോയപ്പോൾ ഒരു കച്ചറയും കാര്യങ്ങളൊക്കെ നമ്മൾ 3 നടന്നിട്ടുണ്ട്. അത് മെയിനാണ് ഗൈസ്. അതെ, കച്ചറിന്റെ പേര് പഴങ്കണ്ടി പോലെ ഒരു കച്ചറ, പഴങ്കണ്ടിയുടെ പേരിലട്ടെ നമ്മൾ കച്ചറ കൂടിയത്. ഞങ്ങള് കളിയാക്കി പഴങ്കഞ്ഞി. അത് പിന്നെ അവള് പറയാ അവൾക്ക് സിനി സങ്കടാവും. പിന്നെ രാവിലെ കുറച്ച് കച്ചറുണ്ടായിരുന്നു, അതൊക്കെ സീറ്റ് ഇട്ടതിന് സീറ്റ് ഇട്ടോണ്ട് വിൻഡോ സീറ്റ് അല്ല, മുമ്പിൽ സീറ്റ് പിന്നെ ഇവിടെ പകല് ഫുള്ള് ഓൾക്ക് സീറ്റ് തരുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് അത് എങ്ങോട്ട് പോലൊരു എന്താണ് ഒരു കച്ചറ ഉറപ്പാണ്. മുമ്പത്തെ വീഡിയോ ഒക്കെ ഇവനെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ അവന് മടിയായി. ക്യാമറയുടെ മുന്നിലൊക്കെ പിടിച്ചു നിർത്തിയാലോ വരുള്ളൂ, അല്ലാത്തൊന്നും വരില്ല. ഇവിടെ വീട്ടിൽ വന്ന മെയിൻ പരിപാടി ഇവിടെ ഓരോ സാധനം എടുത്ത് നോക്കുക തന്നെയാണ് കേട്ടോ. ഇവള് മെയിനായിട്ട് കുറെ ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ എടുത്ത് നോക്കുക, അതൊക്കെ വാങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. അപ്പോൾ ഫ്രണ്ട്സ് രാത്രിയായപ്പോൾ ഞങ്ങൾക്ക് 3 വിശന്നു. അപ്പോൾ ഞങ്ങൾ 3 നേരത്തെ ഫുഡ് കഴിക്കാൻ കയറിട്ടോ. അപ്പോൾ അവരാരൊന്നും കഴിച്ചിട്ടില്ല, അതായത് ഞങ്ങൾ നേരത്തുള്ള കുടുംബക്കാരൊന്നും കഴിച്ചിട്ടില്ല. അതായത് ഈ സൽക്കാരം ഒരുക്കിയിട്ടുള്ളത് അവർക്കാണല്ലോ, ഈ ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് വന്ന് ഞങ്ങളെ റിലേറ്റീവ്സിന്. അപ്പോൾ അവരാരൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾ നേരത്തെ കഴിച്ചു. ഫുഡിന് ഞങ്ങൾ 3 4 ആൾക്കാരുണ്ട്. ഫുഡിന് എന്താ വെച്ചാൽ ബിരിയാണി ഉണ്ടായിരുന്നു, മന്തി ഉണ്ടായിരുന്നു, അൽഫാം ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രത്യേകത അറിയാം, ഞങ്ങൾക്ക് വിശന്നാൽ പിന്നെ എവിടെ സ്ഥലം നോക്കൂല, ആ ചെറിയൊരു സ്ഥലത്തോണം ഇരിക്കും കേട്ടോ. വിശന്നാൽ പിന്നെ ടേബിൾ എന്തെങ്കിലും വേണോ അതിൻ്റെ ഇടയിൽ പോയിരിക്കും. പിന്നെ ഞങ്ങൾ 3 സ്ഥലത്തേക്കാട്ട് ഇവൻ കയറി വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചോദിക്കുന്നുണ്ട്, പപ്പടം വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം എന്നൊക്കെ. അങ്ങനെ എല്ലാവരും ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവരും കിടക്കാനൊക്കെ ഒരുങ്ങി കേട്ടോ. ബട്ട് ഞങ്ങളിപ്പോൾ കിടക്കും, നിങ്ങൾക്ക് തോന്നും ഞങ്ങളിപ്പോൾ കിടക്കുന്ന. ഞങ്ങൾ മുകളിൽ പോയിട്ട് ഓരോ കളിയും ചിരിയൊക്കെയാണ്. ഇപ്പോഴൊന്നും ഞങ്ങൾ ഉറങ്ങൂല കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസിൻ്റെ പ്രത്യേകത പറയുന്നത് ഒരാൾ കളിച്ചടിക്കുമ്പോൾ ഒരാൾക്ക് പറ്റില്ല, ഒരാൾ കളിച്ചാടുമ്പോൾ ഒരാൾക്ക് പറ്റില്ല. അതാണ് 3 ആൾക്കും നല്ല ഇഷ്ടപ്പെട്ട സ്റ്റെപ്പ് നോക്കി എടുക്കണം. അതാണ് കേട്ടോ. ഇംഗ്ലീഷ് മലയാളം മിക്സ്ഡോ ഓരോ ഇതൊക്കെ ഇംഗ്ലീഷും മലയാളമൊക്കെയാണ്. പിന്നെ അപ്പൊ ഇന്ന് നമ്മള് കളി കള്ളന് പോലീസ് മന്ത്രി, ഞാന്, മിന്നു, പേരാണ് ഇവിടെ കള്ളന് പോലീസ് കളിക്കുന്നത്. ബാക്കി പറ അല്ലെങ്കിൽ എന്താ കള്ളനെഴുതിയോ? കള്ളന് പോലീസ് കള്ളനെഴുതിട്ടില്ലടി. കള്ളതാ 4 കള്ളനുണ്ട്, നമ്മൾ 5 ആളുള്ളൂ. ആയിഷുണ്ട്, ആയിഷില്ല. ഉണ്ടോ? പൂമച്ചുണ്ടോ? ഓളൊക്കെ ചോദിച്ചിട്ട് വരാറൊക്കെ. അപ്പൊ എന്താ നമ്മളെ കളി തുടങ്ങാൻ പോവാ. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് കള്ളനും പോലീസും കളിക്കുകയാണ്. കുറച്ച് മതി വെക്കുന്ന പിന്നെ കളിയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ താഴോട്ട് വിശന്നപ്പോൾ കയറി ജ്യൂസ് അടിക്കാൻ വന്നേ. അപ്പോൾ ജ്യൂസ് അടിക്കാൻ വന്നപ്പോൾ കുറേ പേര് വന്നപ്പോൾ ഞങ്ങൾ ഓരോന്ന് ഒരു വെക്കുകയാണ്. അപ്പോൾ ഇതിൽ സപ്പുടുവിനെ കാണുന്നില്ല അല്ലേ? സപ്പുട് പോയിട്ടുണ്ട് ഫ്രണ്ട്സ്. അവൾക്ക് നാളെ March 1 ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതാട്ടോ പോയത്. സത്യം പറയാം, പാലേറി എന്താ പണി? എന്ത് സ്റ്റെപ്പ്? ഇപ്പൊ സമയം എത്രയെന്ന് വല്ല ബോധമുണ്ടോ? 12:30 മണി. അത്ര ആയിട്ടും ഞങ്ങൾക്ക് ഇവിടെ കിടക്കണ്ട. നിങ്ങൾ ഒച്ചയും പുള്ളിട്ട് താഴെ കിടക്കാൻ പറ്റണില്ല. ഇന്നൂസേ സമയം എത്രയെന്ന് അറിയോ? ഇന്ന് സമയം ഇപ്പൊ എത്രയെന്ന് അറിയോ? 12:30.
ഉറങ്ങണില്ലേ? ഉറങ്ങണോ? മിന്നുവോ ഉറങ്ങണില്ലേ? എന്തെങ്കിലും കളിക്കണേ? എന്ത് ചൊക്കില്ല എനിക്ക് തീരെ ഇറങ്ങില്ല സത്യം. ഇത് അടിപൊളി ചൊക്കുണ്ട്. നമ്മള് രാത്രി 12 മണിക്ക് വന്ന ഒരാളിക്കാന് കട്ടൻ ചായ ഉണ്ടാക്കാറ്. ഇത് കുറച്ച് വെറൈറ്റി നമ്മൾ കോഫി ഉണ്ടാക്കാൻ പോവാണ്. 3 ഗ്ലാസ് എന്തിനാ മിന്നു ഇതൊക്കെ പാടുണ്ടാക്കണേ? വെറുതെ ജസ്റ്റ് ഫോർ ഫൺ. രാത്രി 12:30 1 മണി ആവാനായിട്ടുണ്ട്. ആ സമയത്ത് എല്ലാവരും ഉറക്കം വന്നിട്ട് കട്ടൻ ചായ കുടിക്കുക. ഇപ്പൊ ഞാനും ഇവര് ചെയ്തത് സമയം കാണിച്ചത് ഇത് കണ്ടോ, 12:30 ആവാനായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടോ ടൈം കണ്ടോ? ഞങ്ങൾ ചായ ഉണ്ടാക്കാൻ പോവാണ്. സമയം 12:25 ആയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ കസിൻസും വളരെ ഞങ്ങൾ കുട്ടികൾ മാത്രം പ്രേതക്കളിയും കളിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കാൻ ഭയങ്കര അപ്പൊ ഞങ്ങൾ എല്ലാവരും പാടെ ചായ ഉണ്ടാക്കാം കേട്ടോ. ചായ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫാമിലി ടെക്സ്റ്റൈൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഗ്ലാസ് ആണ് അതിൽ കുടിക്കുന്നത്. ഗ്ലാസ്സാണ്. കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടിട്ടുണ്ട്. രാത്രിയാണ് സമയം എല്ലാ കസിൻസും ഞാനും എൻ്റെ വീണ്ടും അതുപോലെ തന്നെ 4 പേരുണ്ട് ഉറങ്ങാനും. അപ്പൊ മിന്നുവോ അപ്പൊ അവൾ അവിലും പഞ്ചാരിയിലും തേങ്ങ ഒന്നുമില്ല. ഇപ്പൊ തേങ്ങ തേങ്ങ ഫ്രിഡ്ജിലുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പൊട്ടിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് കുറേ ടൈം അപ്പം നമ്മൾ പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. പറഞ്ഞിട്ടില്ല. മലപ്പോൾ എണീപ്പിച്ചതാണ് ഞാൻ. എണീക്കും ഞങ്ങൾ വർത്താനം കേട്ടിട്ട് എണീറ്റതാണ്. അപ്പം വീഡിയോ എടുക്കുകയാണ് ഫ്രണ്ട്സ്. ഇതിന് ഇംഗ്ലീഷ് മീനിങ് ആണ് ചിരണ്ടി. ഉരുണ്ടിയോ തൊരണ്ടിയോ അവിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്പൂണാണ്. ഇതെന്താ പഞ്ചസാര ഇട്ടത്? പന്ത്രണ്ട് നമുക്ക് തേങ്ങ ചേർക്കാൻ പറ്റുക. നമുക്ക് കഷ്ടപ്പെടാണ് ഉള്ളതുകൊണ്ടാണ്. ഇടക്കൊക്കെ തിന്നാം. ഇതിന്റെ റെസിപ്പി മിന്നു പറഞ്ഞെടുക്ക്. അതില് പഞ്ചാര വറ്റണം. മിക്സ് കറോ മിന്നിയുടെ ഷുഗർ അവൻ റെഡി. കഴിച്ചു. ഇത് സ്റ്റെപ്പിൽ വാരിത്താടി.
ഉണ്ടാക്കുക? ഇത്ര മതി കാണുന്ന ഉറപ്പല്ലേ? ഉറപ്പല്ലേ? എന്താ പിന്നെ ചായ ഉണ്ടാക്കണേ? ഇപ്പൊ സമയം ഇപ്പോ ഏകദേശം 12:45 അയ്യോ അതാ 12:45 അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ എണീറ്റിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ ചായ കുടിക്കാണേ. ഇങ്ങനെ ചെവിയൊക്കെ കടന്നിട്ടുണ്ട്. സപ്പിട് പോയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ആള് പോയിട്ടുണ്ട്. അതാണ് ഇന്നലെ രാത്രിത്തെ ആ വീഡിയോയിൽ ആള് കാണാനുള്ളത്. ഫ്രണ്ട്സ് രാവിലെ ഞങ്ങൾ ചായ കുടിച്ചു. പൊറാട്ടയും ചിക്കൻ കറിയായിരുന്നു. ഇപ്പം എനിക്ക് മുടി കെട്ടി തരുന്നത് ആന്ധ്രയിലുള്ള ഒരു മാമിയാണ്. അപ്പോൾ അവർ ഞങ്ങൾക്ക് എല്ലാവർക്കും മുടി കെട്ടി തന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ കുട്ടിക്ക് മുടി കെട്ടി കൊടുത്തപ്പോൾ എനിക്കൊരാഗ്രഹം, എനിക്ക് അധികം മുടി ഇല്ലെങ്കിലും നല്ല മുടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് എനിക്ക് എങ്ങനെ നോക്കിയിട്ട് ആ ഹെയർ സ്റ്റൈൽ അങ്ങനെ കിട്ടാൻ കഴിഞ്ഞില്ല. ഈ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? കൊള്ളാവെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ് ഉച്ചയ്ക്കായപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് നല്ല പനി വന്നേ. പനി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി നല്ല നേരം ലേറ്റായിട്ടല്ലേ കിടന്നത്. അപ്പോൾ ഇങ്ങനെ കാറ്റൊക്കെ തട്ടിയിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഇങ്ങനെ ക്ഷീണമൊക്കെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാവരും അവരൊക്കെ മുകളിൽ പോയിട്ട് മൂവി കണ്ടപ്പോൾ എനിക്ക് മൂവി കണ്ടാൻ ഭയങ്കര ആഗ്രഹമായപ്പോൾ ഞാൻ നിലത്ത് പായൊക്കെ അരിച്ച് കിടക്കുകയാണേ. പിന്നെ ഫ്രണ്ട്സ് ഉച്ചയായപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണേ. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാനായപ്പോൾ ഞാൻ നേരെ എണീറ്റ് പായൊക്കെ മടക്കി വെച്ച് നേരെ എണീറ്റ് ഫുഡ് കഴിക്കാൻ കയറിട്ടോ. ഇതിലിപ്പോൾ ഞാനും ഫനും മിന്നുമാണ്. ഒരാളും പാടെ കുറവുണ്ട്. ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് നമ്മുടെ സപ്പോർട്ട് തന്നെയാട്ടോ. ഈ മൂവിൻ്റെ നെയിം നിങ്ങൾക്ക് മനസ്സിലായോ ഫ്രണ്ട്സ്? മനസ്സിലായി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണേ. താഴെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങോട്ട് തട്ടിയിരിക്കുകയാണ്. നമുക്ക് പിന്നെ നമ്മളെന്തിനാണ് വെറുതെ ഓരോട് പറയുന്നത്? ഞങ്ങളൊന്നും പറയാനൊന്നും പോയില്ല. നമ്മളുള്ള സ്ഥലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്ക് ഇച്ചിരി പോലും സ്ഥലം തന്നില്ല എന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പണി നിങ്ങൾ കാണും. വേറൊന്നുമല്ല കേട്ടോ, ഈ കളർ പെൻസിലില്ലേ അത് വെച്ചിട്ട് നമ്മൾ ഫനുവിനെ മേക്കപ്പ് ചെയ്യാണ്. ഒരു പെണ്ണാക്കാൻ പോവുകയാണ്. കുറച്ച് വെള്ളവും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്കും ഇതൊക്കെ, അതായത് റെഡ് കളർ വെച്ചിട്ട് ലിപ്സ്റ്റിക്ക് ചെയ്തു. അങ്ങനെയൊക്കെ ആയി. കുപ്പി കൊടുത്തു വെച്ചോ. ഇവിടെ യാത്ര പറഞ്ഞ് പോവാണ്. എനിക്ക് വളരെ അങ്ങനെ ഫ്രണ്ട്സ് അവളെ വീട്ടിൽ നിന്ന് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം അവളെ വിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാക്കാനും. അപ്പോൾ അവളെ ടാറ്റയും പറഞ്ഞ് എത്രയും പറഞ്ഞ് നമ്മൾ പോന്നിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങൾ ഈ ഒരു ടീഷർട്ടിന് ഇട്ടെന്ന് എങ്ങനെ പോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ? ഞങ്ങൾ കാറിലാട്ടോ ഫ്രണ്ട്സ് പോകുന്നത്. പിന്നെ എവിടെ ഇറങ്ങുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.